നമസ്കാരം പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിന്റെ മാത്സ് ഒന്നാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസസ് അതിലെ ലാസ്റ്റ് എക്സസൈസ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 30 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കാണുന്നതിനായി നമ്മളൊരു ആശയം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചത് ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ പദങ്ങളുടെ തുക എന്നുള്ളത് അതിന്റെ മധ്യപദം ഇൻറ്റു ആ പദങ്ങളുടെ എണ്ണം എന്നുള്ളതാണ്. ഇതിന്റെ മിഡിൽ ടേം അല്ലെങ്കിൽ മധ്യപദം എന്നുള്ളത് 4 ആണ്. അപ്പോൾ ഈ ആകെ പദങ്ങളുടെ തുക എന്നുള്ളത് മധ്യപദം ഇൻറ്റു ഇതിൽ 7 പദങ്ങളാണുള്ളത്. 4 × 7 = 28. അതായത് ഈ പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യയാവണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് മധ്യപദമായി മിഡിൽ ടേം ആയിട്ട് ഒരു പദം കിട്ടുള്ളൂ, ഓഡ് നമ്പർ ആണെങ്കിൽ. പക്ഷേ ഈവൻ ആണെങ്കിൽ നമുക്ക് മധ്യപദമായിട്ട് ഒരു നമ്പർ കിട്ടില്ല, ഒരു സംഖ്യയായിട്ട് കിട്ടില്ല. അങ്ങനെ ഈ നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ, ഇരട്ടസംഖ്യയാണ് ഈ പദങ്ങളുടെ എണ്ണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ പദങ്ങളുടെ തുക കാണുന്നത്? അതാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ ഒരു സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് 8 പദങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഈ പദങ്ങളുടെ തുക നമ്മൾ എങ്ങനെ കാണുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന്റെ മധ്യപദം നമുക്ക് ഒരു സംഖ്യയായിട്ട്, ഒരു പദമായിട്ട് കിട്ടില്ല. കാരണം ഈ പദങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യയാണ്. നമുക്ക് 2 പദമായിട്ടാവും. ഇവിടെ ഒരു 8ഉം 10ഉം ഈ 2 പദങ്ങളാണ് മധ്യത്തിൽ വരുന്നത്. 8ന്റെ പിന്നിൽ 3 പദങ്ങളുണ്ട്, 10ന്റെ മുന്നിലും 3 പദങ്ങളുണ്ട്. അപ്പോൾ ഈ 8 പദങ്ങളുടെ മധ്യപദമായിട്ട് നമുക്ക് 8ഉം 10ഉം കണക്കാക്കാം. ഈ 2 പദങ്ങളുടെ തുക നമുക്ക് 8 + 10 = 18. ഇനി നമുക്ക് നോക്കാം ഈ 4 പദങ്ങളുടെ തുക 6 + 8 + 10 + 12. അപ്പോൾ ഈ 2 പദങ്ങളുടെ തുകയായ 18 പ്ലസ് അതിൻ്റെ കൂടെ 6 പ്ലസ് ഈ പദം കൂടെ 12 = 18 പ്ലസ് 6 + 12 വീണ്ടും 18 ആണ്. 218 എന്ന് പറയാം. 18 2 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം 2 കൊണ്ട് ഗുണിച്ചാലും മതി. 36. ഇവിടെ നമുക്ക് ഈ 2 പദങ്ങളുടെ തുകയും വീണ്ടും 18ആയി കിട്ടി. കാരണം ഇവിടെ 8ൽ നിന്ന് ഒരു 2 കുറച്ചപ്പോഴാണ് 6 കിട്ടിയത്. പക്ഷെ അതിന് പകരമായിട്ട് ഈ 10ന്റെ കൂടെ 2 കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ തുക 6 + 12 18 ആണ്. അതേപോലെ 6ൽ നിന്ന് ഒരു 2 കുറച്ചപ്പോഴാണ് 4 കിട്ടിയിരിക്കുന്നത്. പകരം 12ന്റെ കൂടെ ഒരു 2 കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4ഉം 14ഉം തമ്മിലുള്ള തുക 18 ആണ്. വീണ്ടും 2 കുറച്ചപ്പോഴാണ് 2 കിട്ടിയത്. ഇതിന്റെ കൂടെ പകരം 2 കൂട്ടിയപ്പോഴാണ് 16 കിട്ടിയത്. അതുകൊണ്ട് തന്നെ 2 + 16ഉം 18 ആണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ഈ 2 പദങ്ങളുടെ തുക നമുക്ക് ഒരു 18 കിട്ടി. ഇനി നമ്മൾ 4 പദങ്ങളാണ് എടുക്കുന്നതെങ്കിൽ ഈ 18ന്റെ കൂടെ ഈ 18ഉം കൂടെ 6 + 12ഉം കൂടെ കൂട്ടുന്ന 18 2 × 18 = 36 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ 6 പദങ്ങളുടെ തുക കാണാം. 6 പദങ്ങളുടെ ഈ തുക എന്ന് പറയുന്നത് ഈ 2 പദങ്ങളുടെ തുക 18 നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ 2 പദങ്ങളുടെ തുക വീണ്ടും 18 നമ്മൾ കൂട്ടിയിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ ഈ 4ഉം 14ഉം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 4 + 14 = 18 + 18 പ്ലസ് 4 + 14 എന്ന് പറയുന്നത് 18 3 18 54. ഇനി നമുക്ക് ഈ 8 പദങ്ങളുടെ തുക നോക്കാം. ഈ 8 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ഈ 2 എണ്ണത്തിന്റെ തുകയായ 18 പ്ലസ് ഈ 2 പദങ്ങളുടെ തുകയായ 18 പ്ലസ് 4ഉം 14ഉം കൂടിയിട്ടുള്ള 18 പ്ലസ് 2ഉം 16ഉം കൂടിയ 18 4 18 4 × 18 72. ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതിയത് നമുക്കൊരു പാറ്റേൺ കിട്ടാനാണ്. ഇതിൽ നിന്ന് നമുക്കൊരു ഫോർമുല രൂപീകരിക്കാനാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. ഈ പ്രത്യേകത വെച്ച് നമുക്ക് ഇതിൽ നിന്നൊരു ഫോർമുല രൂപീകരിക്കാം, ഈ ഒരു പാറ്റേണിൽ നിന്ന്. അതായത് എന്താണ് നമ്മൾ ഈ 8 പദങ്ങളുടെ തുക കാണാനായിട്ട് മനസ്സിലാക്കിയത്? അതിൻ്റെ മധ്യപദങ്ങളായ ഈ 2 പദങ്ങളുടെ തുക ഇൻറ്റു 4. ഈ 4 എങ്ങനെയാണ് കിട്ടുന്നത്? 4 എന്നുള്ളത് ഇത് ഒരു ജോഡിയാണ്. ഒരു ജോഡിയുടെ തുകയാണ് 18. ഈ 6ഉം 12ഉം കൂടെ ചേർന്നത് മറ്റൊരു ജോഡിയാണ്, ഒരു പെയറാണ്. വീണ്ടും 4ഉം 14ഉം കൂടി ഇത് മറ്റൊരു പെയറാണ്, ഒരു ജോഡിയാണ്. 2ഉം 16 ആണ് അടുത്ത പെയർ, അടുത്ത ജോഡി. അപ്പോൾ ഇവിടെ എത്ര ജോഡികളുണ്ട്? ജോഡി എന്ന് പറഞ്ഞാൽ, പെയർ എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്. അപ്പോൾ ആകെയുള്ള 8ന്റെ പകുതി എടുത്താൽ അവിടെ 4 ജോഡിയാണ് കിട്ടുന്നത്. അപ്പോൾ ഓരോ ജോഡിയുടെയും തുക 18 ആണ്. ആകെ എത്ര ജോഡി ഉണ്ടെന്ന് കണ്ടെത്തി
ആ 18നെ ആ ജോഡികളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുന്നതാണ്, മൾട്ടിപ്പിൾ ചെയ്യുന്നതാണ് ഈ ആകെയുള്ള 8 പദങ്ങളുടെ തുക. അതായത് മധ്യപദമായ 8ൻ്റെയും 10ൻ്റെയും തുകയായ 18 ഇൻറ്റു ജോഡികളുടെ എണ്ണം 1, 2, 3, 4 ജോഡി. ഇപ്പോൾ 8 പദങ്ങളെ 2 എണ്ണം വീതമായി നമ്മൾ ഗ്രൂപ്പാക്കി ജോഡികളാക്കുകയാണെങ്കിൽ അവിടെ ജോഡികളുടെ എണ്ണം എന്നുള്ളത് ആകെ പദങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി. 8 ആണെങ്കിൽ പദങ്ങളുടെ എണ്ണം അതിൻ്റെ പകുതിയായ 4 ജോഡിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 18 ഇൻറ്റു 4 സമം 72. ഇതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ള ആശയം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 4 അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് 100. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആയ 4 സമാന്തര ശ്രേണികൾ എഴുതുക. നമുക്ക് 4 പദങ്ങളുടെ തുകയാണ് 100 എന്ന് തന്നിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ പദം, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ പദം. അപ്പോൾ പദങ്ങളുടെ എണ്ണം ഈവൻ നമ്പർ ആവുകയാണെങ്കിൽ, ഇരട്ട സംഖ്യ ആവുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ തുക കാണാനുള്ള കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞു. ഈ മധ്യത്തിലുള്ള പദങ്ങളുടെ തുക ഇൻറ്റു ഈ ജോഡികളുടെ എണ്ണം. ഇവിടെ എത്ര പദങ്ങളുണ്ടോ അവയെ ജോഡികളാക്കി ആ ജോഡികളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി, മൾട്ടിപ്പിൾ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പം മധ്യത്തിലുള്ള പദങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ പദവും മൂന്നാമത്തെ പദവുമാണ്. അപ്പോൾ രണ്ടാം പദം പ്ലസ് മൂന്നാം പദം. ഇതിനെ ജോഡികളുടെ എണ്ണം, ആകെ 4 പദങ്ങളാണുള്ളത്, അതിനെ ജോഡികളാക്കുമ്പോൾ അതിൻ്റെ പകുതിയായ 2 ജോഡികളാണുള്ളത്. ഇതാണ് ഒരു ജോഡി, ഇതാണ് രണ്ടാമത്തെ ജോഡി. അപ്പോൾ രണ്ടാമത്തെ പദവും മൂന്നാമത്തെ പദവും കൂടെ കൂട്ടി അതിനെ ജോഡികളുടെ എണ്ണമായ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 100 കിട്ടുന്നത്. 2 പദങ്ങളും കൂടെ കൂട്ടി അതിനെയാണ് 2 കൊണ്ട് ഗുണിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് ബ്രാക്കറ്റ് ഇടണം. രണ്ടാം പദം പ്ലസ് മൂന്നാം പദം എന്നുള്ളത് 100. 2 ഗുണനമാണ്, അത് സമത്തിൻ്റെ വലതുവശത്തേക്ക് വരുമ്പോൾ ഹരണമാവും. സമം 100/2 സമം 50. നമുക്ക് ഈ രണ്ടാം പദത്തിൻ്റെയും മൂന്നാം പദത്തിൻ്റെയും തുകയാണ് 50 എന്ന് കിട്ടിയിട്ടുള്ളത്. ശ്രേണിയുടെ ആദ്യത്തെ 4 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് സമാന്തര ശ്രേണികൾ എഴുതാം. അതിൻ്റെ മധ്യപദങ്ങളുടെ തുക 50 വരണം എന്നുള്ളതാണ് നമ്മുടെ നിബന്ധന. അപ്പോൾ ഒരു പദം നമ്മൾ 20 എടുത്താൽ അടുത്ത പദം കിട്ടാൻ 50-ൽ നിന്ന് 20 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 30. അതാണ് അടുത്ത പദം. അപ്പോൾ 20, 30 2 മധ്യപദങ്ങളായിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതിൽ നിന്ന് ഇവയ്ക്കിടയിലുള്ള പൊതുവ്യത്യാസം നമുക്ക് കാണാം. 20ൻ്റെ കൂടെ 10 കൂട്ടുമ്പോഴാണ് 30 കിട്ടിയത്. ഇതിൻ്റെ പൊതുവ്യത്യാസം കാണാൻ 30-ൽ നിന്ന് 20 മൈനസ് ചെയ്താൽ 10 പൊതുവ്യത്യാസം. അപ്പോൾ 10 പൊതുവ്യത്യാസമായി നമുക്ക് അടുത്ത പദം എഴുതാം. അപ്പോൾ 30ൻ്റെ കൂടെ വലതുവശത്തേക്ക് പോകുമ്പോൾ 10 കൂട്ടണം, പൊതുവ്യത്യാസം കൂട്ടണം. അപ്പോൾ 40 ഈ പദം. അതേപോലെ 20-ൽ നിന്ന് ഒരു പൊതുവ്യത്യാസം കുറയ്ക്കണം. അപ്പോൾ 10 നമുക്ക് ഈ പദം കിട്ടുന്നത്. അപ്പോൾ മധ്യപദങ്ങൾ തമ്മിലുള്ള തുക 50. അതേപോലെ ഒന്നാമത്തെയും നാലാമത്തെയും പദങ്ങളുടെ തുകയും 50. ഇനി നമുക്ക് 21 ഒരു പദമായിട്ട് എടുക്കാം, മധ്യപദം. അപ്പോൾ അടുത്തത് 29. ഇവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം വരുന്നത് 29 മൈനസ് 21. അപ്പോൾ 8 ഇവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം വരുന്നത്. അപ്പോൾ നാലാമത്തെ പദം കിട്ടാൻ 29ൻ്റെ കൂടെ 8 കൂട്ടുമ്പോൾ 37. ഇവിടെ 21-ൽ നിന്ന് ഒരു 8 കുറയ്ക്കണം, 13. ഈ 2 പദങ്ങളുടെ തുക 50. ഈ 2 പദങ്ങളുടെയും തുക 50. ഇനി അടുത്തത് നമുക്ക് 22 എടുക്കാം. അപ്പോൾ അടുത്ത പദം 50-ൽ നിന്ന് 22 കുറച്ചിട്ടുള്ളത് 28. ഇവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം 28 മൈനസ് 22 എന്നുള്ളത് 6. അപ്പോൾ അടുത്ത പദം കിട്ടാൻ 28ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 34. 22-ൽ നിന്ന് ഇപ്പുറത്തേക്ക് 6 കുറയ്ക്കുമ്പോൾ 16. അപ്പോൾ ഇവയുടെ തുക 50. അതേപോലെ ഈ 2 പദങ്ങളുടെ തുകയും 50. ഇനി വീണ്ടും നാലാമതൊരു ശ്രേണി 23 എടുക്കാം. അടുത്തത് 27. ഇവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം 27 മൈനസ് 23 സമം 4 ഇവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം. അപ്പോൾ അടുത്തത് കാണാൻ 27ൻ്റെ കൂടെ ഒരു 4 കൂട്ടുമ്പോൾ 31. 23-ൽ നിന്ന് ഒരു 4 കുറയ്ക്കുമ്പോൾ 19. ഇതാണ് നമ്മുടെ 4 ശ്രേണികൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5 and the sum of the first 6 terms is 105. Calculate the first 6 terms of the sequence. ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 5ഉം ആദ്യത്തെ 6 പദങ്ങളുടെ തുക 105ഉം. ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ കണക്കാക്കുക.
6 പദങ്ങളുടെ തുക 105, ഒന്നാം പദം 5 ഇതാണ് തന്നിരിക്കുന്നത്. 6 എന്നുള്ളത് ഇരട്ടസംഖ്യയാണ്. പദങ്ങളുടെ എണ്ണം ഈവൻ നമ്പർ ഇരട്ടസംഖ്യയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പദങ്ങളുടെ തുക കാണാൻ നമ്മളിപ്പോൾ പഠിച്ചു. മധ്യപദങ്ങളുടെ തുക ഇൻറ്റു ജോഡികളുടെ എണ്ണം. ഇതിലെ മധ്യപദങ്ങളായിട്ട് വരിക ഈ 3, 4 പദങ്ങളാണ് മധ്യപദങ്ങളായിട്ട് വരിക. ഈ മൂന്നാമത്തെ പദത്തിൻ്റെ ഇടതുവശത്ത് 2 പദങ്ങളുണ്ട്, നാലാമത്തെ പദത്തിൻ്റെ വലതുവശത്തും 2 പദങ്ങളുണ്ട്. അപ്പോൾ മൂന്നാമത്തെ പദവും നാലാമത്തെ പദവുമാണ് മധ്യപദങ്ങൾ, മിഡിൽ ടേംസ് ആയിട്ട് വരിക. ഇവയുടെ തുക ആകെ എണ്ണങ്ങൾ എത്രയുണ്ടോ അതിനെ ജോഡികളാക്കുമ്പോൾ ആ ജോഡികളുടെ എണ്ണം കൊണ്ട് ഈ മധ്യപദങ്ങളുടെ തുകയെ ഗുണിച്ചാൽ, മൾട്ടിപ്പിൾ ചെയ്താൽ അവയുടെ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഈ ആകെ പദങ്ങളുടെ തുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. മൂന്നാം പദം പ്ലസ് നാലാം പദം ഇൻറ്റു ഇവിടെ 6 പദങ്ങളാണുള്ളത്. അതിനെ ജോഡികളാക്കുമ്പോൾ ബൈ 2 അല്ലെങ്കിൽ 6ന്റെ പകുതി 3 ജോഡികളാണുള്ളത്. മൂന്നാമത്തെ പദത്തിൻ്റെയും നാലാമത്തെ പദത്തിൻ്റെയും തുകയെ ജോഡികളുടെ എണ്ണമായ 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 105 കിട്ടുന്നത്. അതിൽ നിന്ന് മൂന്നാം പദം പ്ലസ് നാലാം പദം എന്നത് 105, ഈ 3 ഇവിടെ ഗുണനാണ്. സമത്തിൻ്റെ വലതുവശത്തേക്ക് വരുമ്പോൾ ഹരണം 3 സമം 35. അപ്പോൾ മൂന്നാമത്തെ പദത്തിൻ്റെയും നാലാമത്തെ പദത്തിൻ്റെയും തുകയാണ് നമുക്കിപ്പോൾ 35 എന്ന് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതിലെ ഓരോ ജോഡികളുടെ തുകയും 35 ആണ്. ഈ രണ്ടാമത്തെ പദത്തിൻ്റെയും അഞ്ചാമത്തെ പദത്തിൻ്റെയും തുക 35 തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ നിന്ന് ഒരു പൊതുവ്യത്യാസം ഇടത്തോട്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ പകരം ഒരു പൊതുവ്യത്യാസം നമ്മൾ വലതുവശത്തേക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവയുടെ തുകയ്ക്ക് മാറ്റം വരില്ല. ഒരു പൊതുവ്യത്യാസം രണ്ടാം പദത്തിൽ നിന്ന് കുറഞ്ഞതാണ് ഒന്നാം പദം. അതേപോലെ തന്നെ ഒരു പൊതുവ്യത്യാസം അഞ്ചാം പദത്തിൻ്റെ കൂടെ കൂടുന്നതാണ് ആറാമത്തെ പദം. അപ്പോൾ ഒന്നാമത്തെ പദവും ആറാമത്തെ പദവുമാണ് അടുത്ത ജോഡി എന്ന് പറയുന്നത്. അവയുടെ തുകയും 35 തന്നെയായിരിക്കും. അപ്പോൾ ഒന്നാം പദം പ്ലസ് ആറാം പദം സമം 35. ഈ ഒന്നാം പദം നമുക്ക് 5 തന്നിട്ടുണ്ട്. അതുകൊണ്ട് 5 പ്ലസ് ആറാം പദം സമം 35. അതിൽ നിന്ന് ആറാം പദം സമം 35. ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -5 സമം 30. നമുക്ക് ആറാമത്തെ പദം 30 എന്ന് കിട്ടി. ഒന്നാമത്തെ പദം നമുക്ക് 5 എന്നറിയാം, ആറാമത്തെ പദം 30 എന്നറിയാം. ഇനി നമുക്ക് ഇവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം കാണാം. ഒന്നാമത്തെ സ്ഥാനത്തിൽ നിന്ന് ആറാമത്തെ സ്ഥാനത്തിലേക്കാണ് സ്ഥാനമാറ്റം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 6 - 1 സമം 5 പൊതുവ്യത്യാസം. അതായത് ഒന്നാമത്തെ പദത്തിൻ്റെ കൂടെ 5 പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമുക്ക് ആറാം പദം കിട്ടുന്നത്. ഒന്നാം പദം എന്ന് പറയുന്നത് 5 ആണ്. 5 പൊതുവ്യത്യാസമാണ് നമുക്കറിയാത്തത്. സമം ആറാം പദം എന്ന് പറയുന്നത് 30. അപ്പോൾ 5 പൊതുവ്യത്യാസം സമം 30. ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -5 സമം 25. അപ്പോൾ D സമം 25. 5 ഗുണനാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഹരണം സമം 5 25ൽ 5 പ്രാവശ്യം. അപ്പോൾ D എന്നുള്ളത് 5 ആണ് പൊതുവ്യത്യാസം. ഇനി നമുക്ക് ശ്രേണി രൂപീകരിക്കാം. ആദ്യത്തെ പദം നമുക്ക് 5 ആണെന്നറിയാം. പൊതുവ്യത്യാസം 5 ആയതുകൊണ്ട് തുടർന്നുള്ള ഓരോ പദങ്ങളും കിട്ടാനായി തൊട്ടു പിന്നിലെ പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസമായ 5 കൂട്ടി പോയാൽ മതി. അപ്പോൾ ആദ്യത്തെ പദം 5, രണ്ടാമത്തെ പദം 5 പൊതുവ്യത്യാസം കൂട്ടിയപ്പോൾ 10, വീണ്ടും 5 കൂട്ടിയപ്പോൾ 15, തുടർന്ന് 20, 25, 30 എക്സിട്ര. ഇതാണ് ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ. തേർഡ് ക്വസ്റ്റ്യൻ. The sum of the 7th and 8th terms of an arithmetic sequence is 50. Calculate the sum of the first 14 terms. ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിൻ്റെയും 8ാം പദത്തിൻ്റെയും തുക 50. ആദ്യത്തെ 14 പദങ്ങളുടെ തുക കണക്കാക്കുക. ഇങ്ങനെയാണ് ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 14 പദങ്ങൾ. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 14 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അപ്പോൾ ഈ നമ്പർ 14 എന്നുള്ളത് ഇരട്ടസംഖ്യ ആയതുകൊണ്ട് തന്നെ, ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ ഈ 14 പദങ്ങളുടെ തുക എന്നുള്ളത് ഒരു ജോഡി മധ്യപദങ്ങളുടെ തുക ഇൻറ്റു ആകെ എണ്ണത്തിനെ ജോഡികളാക്കുമ്പോഴുള്ള ജോഡികളുടെ എണ്ണം, അവയുടെ ഗുണനഫലമാണ് ഈ പദങ്ങളുടെ തുക എന്ന് പറഞ്ഞു. 7ാമത്തെ പദത്തിൻ്റെയും 8ാമത്തെ പദത്തിൻ്റെയും തുകയാണ് നമുക്ക് 50 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ 7ാമത്തെ പദത്തിൻ്റെ പിന്നിൽ 1 2 3 4 5 6 പദങ്ങളുണ്ട്. 8ാമത്തെ പദത്തിൻ്റെ മുന്നിലായിട്ട് 1 2 3 4 5 6 പദങ്ങളുണ്ട്. അപ്പോൾ 7ാമത്തെ പദവും 8ാമത്തെ പദവുമാണ് ഈ ശ്രേണിയുടെ ഒരു ജോഡി മധ്യപദങ്ങളായിട്ടുള്ള പദങ്ങൾ. അപ്പോൾ ഇവയുടെ തുക ഇൻറ്റു ജോഡികളുടെ എണ്ണമാണ് ഈ പദങ്ങളുടെ തുക. അപ്പോൾ 7ാം പദം പ്ലസ്
എട്ടാം പദം. ഇതാണ് ഒരു ജോഡി മധ്യപദങ്ങൾ. ആകെ 14 പദങ്ങളാണുള്ളത്. അതിനെ ജോഡികളാക്കാൻ അതിൻ്റെ പകുതി കണ്ടാൽ മതി. അപ്പോൾ 7 ജോഡികളാണുള്ളത്. അപ്പോൾ മധ്യപദങ്ങളായ 7ആം പദവും 8ആം പദവും കൂടെ കൂട്ടി അതിന് ജോഡികളുടെ എണ്ണമായ 7 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ആകെ പദങ്ങളുടെ തുക കിട്ടുക. അപ്പോൾ 7ആം പദം പ്ലസ് 8ആം പദം നമുക്ക് തന്നിട്ടുണ്ട്. 50 ഇൻറ്റു 7 സമം 350. 350 ഈ 14 പദങ്ങളുടെയും തുക. തെക്കൻ അമേരിക്കയിലെ ഒരു കർഷക കുടുംബത്തിൽ 14 മക്കളിൽ ഒരാളായാണ് ഒല്ലീനിയിൽ ജനിച്ചത്. എല്ലാ മക്കളെയും സ്കൂളിൽ ചേർക്കാൻ ആ പിതാവിന് കഴിഞ്ഞില്ലെങ്കിലും ഒല്ലീനിലിനെ സ്കൂളിൽ ചേർത്തിരുന്നു. പക്ഷേ അവൻ സ്കൂളിൽ വളരെ വഴക്കാളിയും നിഷേധിയും താന്തോന്നിയുമായിരുന്നു. അധ്യാപകർ പറയുന്നതൊന്നും അവൻ അനുസരിച്ചിരുന്നില്ല. അധ്യാപകരെ അവൻ പേരാണ് വിളിച്ചിരുന്നത്. ഒരു ദിവസം ഇംഗ്ലീഷ് അധ്യാപികയായ ഗ്രേഡി ടീച്ചറെ കരയിക്കുക കൂടി ചെയ്തു അവൻ. അങ്ങനെ ഗ്രേഡി ടീച്ചറെ കരയിച്ച കുട്ടി എന്ന പേരിലാണ് അവൻ സ്കൂളിൽ അറിയപ്പെട്ടിരുന്നത്. ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്ത് അവൻ കറങ്ങുന്നതിനിടയിൽ ഗ്രേഡി ടീച്ചർ കുട്ടികൾക്കായി തയ്യാറാക്കിയ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടേക്ക് എത്തിപ്പെട്ടു. അവിടെ പുസ്തകങ്ങൾ തിരയുന്നതിനിടയിൽ ഒരു പുസ്തകം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു പെൺകുട്ടി അലസമായ വസ്ത്രം ധരിച്ച് സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന ഒരു മുഖചിത്രമുള്ള ഒരു പുസ്തകമായിരുന്നു. അവനൊരു കൗതുകം തോന്നി ആ പുസ്തകം എടുത്തു. പക്ഷേ അവൻ പുസ്തകം വായിക്കുന്നത് മറ്റുള്ളവർ അറിയുന്നതായിരുന്നു അവന് മോശമായിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവൻ ആ പുസ്തകം ഷർട്ടിനുള്ളിൽ ഒളിപ്പിച്ച് മോഷ്ടിച്ചാണ് അവൻ വീട്ടിലേക്ക് കൊണ്ടുപോയത്. 2 ദിവസം അവൻ ആ പുസ്തകം വായിച്ചപ്പോൾ അവനൊരു രസം തോന്നി. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അത് ലൈബ്രറിയിൽ കൊണ്ടുവയ്ക്കണമെന്ന് തോന്നി. തിരിച്ചവൻ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഇതേ എഴുത്തുകാരൻ്റെ മറ്റൊരു പുസ്തകം കിട്ടി. അവൻ ആ 2ാമത്തെ പുസ്തകവും ഇതേപോലെ മോഷ്ടിച്ചാണ് കൊണ്ടുപോയത്. തിരിച്ചു കൊണ്ടുവയ്ക്കുമ്പോൾ ഇതേ എഴുത്തുകാരൻ്റെ 3ാമത്തെ പുസ്തകവും കിട്ടി. പിന്നീട് 4ാമത്തെ പുസ്തകവും. ഈ 4 പുസ്തകങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ അവന് വായനയുടെ സുഖം എന്താണെന്ന് മനസ്സിലായി. അവൻ മറ്റു പുസ്തകങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായിച്ചു. ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങളും വായിച്ചു. അങ്ങനെ അവൻ അക്ഷരങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവൻ പഠിച്ചു, ജയിച്ചു, നിയമത്തിൽ ബിരുദം നേടി. 1991 അർക്കൻസാസിലെ ജില്ലാ പ്രോസിക്യൂഷൻ അറ്റോർണിയായ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായി. പിന്നീട് അവൻ ജഡ്ജിയായി. വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നു. അവിടെ ഗ്രേഡി ടീച്ചർ ഒരു വെളിപ്പെടുത്തൽ നടത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഒല്ലീനിയിൽ ലൈബ്രറിയിലേക്ക് വന്നതും പുസ്തകം മോഷ്ടിച്ച് കടത്തിയതുമെല്ലാം ടീച്ചർ കണ്ടിരുന്നു. ഒരു പുസ്തകം അവൻ വായിക്കുന്നെങ്കിൽ വായിക്കട്ടെ, മോഷണക്കുറ്റത്തിന് പിടിച്ചാൽ അവന് ആത്മാഭിമാനത്തിന് മുറിവേൽക്കുമെന്ന് ടീച്ചർക്ക് അറിയാമായിരുന്നു. അവൻ പോയി കഴിഞ്ഞതിന് ശേഷം ഏത് പുസ്തകമാണ് അവൻ കൊണ്ടുപോയതെന്ന് ടീച്ചർ നോക്കി മനസ്സിലാക്കി. ആ എഴുത്തുകാരൻ്റെ 2ാമതൊരു പുസ്തകവും അവിടെ വെച്ചത് ടീച്ചറാണ്. 2ാമത്തെ പുസ്തകവും അവൻ കൊണ്ടുപോകുന്നത് ടീച്ചർ കണ്ടു. അങ്ങനെ ആ എഴുത്തുകാരൻ്റെ 3ാമത്തെ പുസ്തകത്തിനായി 70 മൈലോളം സ്വന്തം കാർ ഡ്രൈവ് ചെയ്ത് സ്വന്തം പൈസ കൊടുത്താണ് ആ പുസ്തകം വാങ്ങി അവിടെ വെച്ചത്. ടീച്ചറുടെ ശ്രമഫലമായാണ് 4ാമത്തെ പുസ്തകവും ടീച്ചർ അവിടെ കൊണ്ടുവച്ചത്. ഈ 4 പുസ്തകങ്ങളും ടീച്ചറാണ് അവിടെ കൊണ്ടുവച്ചതെന്നും വായനയുടെ ലോകത്തേക്ക് അവനെ നയിച്ചത് ടീച്ചറാണെന്നുള്ളതും ഒല്ലീനിലിന് ആദ്യത്തെ അറിവായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ടീച്ചറുടെ മരണസമയത്ത് ഒല്ലീനിയിൽ അവിടെ എത്തുകയും ടീച്ചർ അവനെ വായനയുടെ ലോകത്തേക്ക് നയിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിലയിലെത്തിയതെന്ന് അവിടെ പ്രസ്താവിക്കുകയും ചെയ്തു. കുട്ടികളെ, വായന ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകളെ, സ്വഭാവത്തെ, ജീവിതത്തെ തന്നെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ഈ ഒരൊറ്റൊരു ഉദാഹരണം മതി. വായന ഒരു ലഹരിയാക്കുക, അത് നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് ലഹരിയാക്കും. 4th question. Write the first 3 terms of each of the arithmetic sequence given below. The first term is 30 and the sum of the first 3 terms is 300. The first term is 30 and the sum of the first 4 terms is 300. The first term is 30 and the sum of the first 5 terms is 300. The first term is 30 and the sum of the first 6 terms is 300. ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലെയും ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ പദം 30ഉം ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300. ഇവയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ പദങ്ങളുടെ എണ്ണം 3 എന്നുള്ളത് ഒറ്റസംഖ്യയാണ്, ഓഡ് നമ്പറാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ തുക കാണാൻ മിഡിൽ ടേം മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. അപ്പോൾ ഈ മധ്യപദം എന്നുള്ളത് നമുക്കറിയില്ല. ഇത് 1ാമത്തെ പദമാണ്, ഇത് 2ാമത്തെ, ഇത് 3ാമത്തെ പദമാണ്. അപ്പം മധ്യപദം എന്നുള്ളത് 2ാമത്തെ പദമാണ്. 2ാം പദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. പദങ്ങളിവിടെ 3 പദങ്ങളാണ് തന്നിരിക്കുന്നത്. ഇൻറ്റു 3 സമം 300. 2ാം പദം സമം 300. 3 ഗുണനം ഇങ്ങോട്ട് വരുമ്പോൾ ഹരണം സമം 100.
അപ്പോൾ രണ്ടാമത്തെ പദം നമുക്ക് 100 കിട്ടി. ഒന്നാമത്തെ പദം നമുക്ക് 30 തന്നിട്ടുണ്ട്. രണ്ടാമത്തെ പദമാണ് നമുക്ക് 100 കിട്ടിയത്. ഇതിൽ നിന്ന് നമുക്ക് ഇവയുടെ പൊതുവ്യത്യാസം കാണാം. ഒന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദത്തിലേക്കുള്ള പൊതുവ്യത്യാസം കാണാൻ 2 - 1 ഒരു പൊതുവ്യത്യാസമാണ് കൂട്ടിയിരിക്കുന്നത്. അത് കാണാനായി 100 - 30 = 70. അപ്പോൾ D = 70 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 30, 100. അടുത്ത പദം കാണാൻ പൊതുവ്യത്യാസമായ 70 കൂട്ടിയാൽ മതി, 170. ഇതാണ് ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ 4 പദങ്ങളുടെ തുക 300, ആദ്യത്തെ പദം 30. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തത് 3 പദങ്ങളായിരുന്നു. പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യ ആയതുകൊണ്ട്, ഓഡ് നമ്പർ ആയതുകൊണ്ട് മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണമായിരുന്നു. പക്ഷേ ഇവിടെ 4 പദങ്ങളുടെ തുകയാണ് തന്നിരിക്കുന്നത്. 4 എന്നുള്ളത് ഇരട്ടസംഖ്യയാണ്, ഈവൻ നമ്പറാണ്. അതുകൊണ്ട് നമ്മൾ തുക കാണുന്നത് മധ്യപദങ്ങളുടെ തുക ഇൻറ്റു ജോഡികളുടെ എണ്ണമാണ്. അപ്പം ഇതിലെ മധ്യപദങ്ങൾ എന്ന് പറയുന്നത് ഈ 2 പദങ്ങളാണ്. ഇത് ഒന്നാമത്തെ പദം, ഇത് 2, ഇത് 3, ഇത് 4. രണ്ടാമത്തെ പദവും മൂന്നാമത്തെ പദവുമാണ് മധ്യപദങ്ങൾ. ഇവയുടെ തുകയെ ഈ ജോഡികളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുന്നതാണ്, മൾട്ടിപ്പിൾ ചെയ്യുന്നതാണ് 300. അതായത് രണ്ടാം പദം പ്ലസ് മൂന്നാം പദം. ആകെ 4 പദങ്ങളാണുള്ളത്. അപ്പോൾ ജോഡികൾ എന്ന് പറയുന്നത് 4ന്റെ പകുതിയായ 2 ജോഡികളുടെ എണ്ണം. അപ്പോൾ മധ്യപദങ്ങളായ രണ്ടാം പദം പ്ലസ് മൂന്നാം പദം ഇൻറ്റു ജോഡികളുടെ എണ്ണം 2. ഇവയുടെ പ്രോഡക്റ്റാണ്, ഗുണനഫലമാണ് 300 തുക എന്നുള്ളത്. രണ്ടാം പദം പ്ലസ് മൂന്നാം പദം സമം 300. 2 ഇങ്ങോട്ട് വരുമ്പോൾ ഗുണനം, ഇങ്ങോട്ട് വരുമ്പോൾ ഹരണാവും, സമം 150. അതുകൊണ്ട് തന്നെ ഈ ജോഡിയുടെയും തുക 150 തന്നെയായിരിക്കും. അപ്പോൾ ഒന്നാം പദം പ്ലസ് നാലാം പദം സമം 150 തന്നെ. ഒന്നാം പദം നമുക്ക് തന്നിട്ടുണ്ട് 30 പ്ലസ് നാലാം പദം സമം 150. അതിൽ നിന്ന് നാലാം പദം സമം 150. 30 അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -30 സമം 120. അപ്പോൾ നാലാമത്തെ പദം നമുക്ക് 120 എന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ പദം 30 എന്ന് അറിയാം. ഇനി നമുക്ക് ഇവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം കാണാം. ഒന്നാമത്തെ പദത്തിൽ നിന്ന് നാലാമത്തെ പദത്തിലേക്കാണ് സ്ഥാനമാറ്റം. അവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം 4 - 1 പൊതുവ്യത്യാസമാണുള്ളത്. അതായത് ഒന്നാം പദത്തിന്റെ കൂടെ 3 പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമുക്ക് നാലാമത്തെ പദമായ 120 കിട്ടുന്നത്. ഒന്നാം പദം നമുക്ക് 30 ആണെന്ന് തന്നിട്ടുണ്ട്. പ്ലസ് 3D = 120. അപ്പോൾ 3D = 120 മൈനസ് 30 സമം 90. D = 90, 3 സമം 30. പൊതുവ്യത്യാസം 30 ആണ്. ഇനി നമുക്ക് ശ്രേണി രൂപീകരിക്കാം. ആദ്യത്തെ പദം 30 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് അടുത്ത പദം. അപ്പോൾ ഈ പൊതുവ്യത്യാസമായ 30 കൂട്ടുമ്പോൾ 60. മൂന്നാമത്തെ പദം കാണാൻ 60ൻ്റെ കൂടെ പൊതുവ്യത്യാസമായ 30 വീണ്ടും കൂട്ടുമ്പോൾ 90. ഇവയാണ് നമ്മൾ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ. ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം, ആദ്യത്തെ 5 പദങ്ങളുടെ തുകയാണ് 300, ആദ്യ പദം 30 തന്നെ. ഈ ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ കാണണം. പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യയായും ഇരട്ടസംഖ്യയായും മാറി മാറി ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് എക്സസൈസ് ആണ്. എങ്ങനെ വന്നാലും നമുക്ക് ചെയ്യാൻ അറിയണം എന്നുള്ളതാണ്. അപ്പോൾ പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യ ആവുമ്പോൾ മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണമാണ് നമ്മൾ തുക കാണുന്നത്. അപ്പോൾ മൂന്നാമത്തെ പദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം 5 പദങ്ങളാണ്. ഇൻറ്റു 5 ആണ് നമുക്ക് 300 എന്നുള്ളത് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് മൂന്നാം പദം എന്നുള്ളത് 300 ഹരണം ഗുണനാണ് സമം 5 30 6 60 പ്രാവശ്യം. അപ്പോൾ മൂന്നാമത്തെ പദം നമുക്ക് 60 കിട്ടി. ഒന്നാമത്തെ പദവും മൂന്നാമത്തെ പദവും നമുക്കറിയാം. അപ്പോൾ ഇവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം 2 പൊതുവ്യത്യാസമാണുള്ളത്. ഒന്നാമത്തെ പദത്തിൽ നിന്ന് മൂന്നാമത്തെ പദത്തിലേക്കുള്ള സ്ഥാനമാറ്റം 3 - 1 ആണ്. അതായത് 2 പൊതുവ്യത്യാസം. ഒന്നാമത്തെ പദത്തിൻ്റെ കൂടെ 2 പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് മൂന്നാം പദം കിട്ടുന്നത്. ഒന്നാമത്തെ പദം എന്നുള്ളത് 30 ആണെന്ന് തന്നിട്ടുണ്ട്. 2 പൊതുവ്യത്യാസമാണ് കാണേണ്ടത്. മൂന്നാം പദം 60 ആണ്. അപ്പോൾ 2 പൊതുവ്യത്യാസം സമം 60. 30 അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -30 സമം 30. അപ്പോൾ ഒരു പൊതുവ്യത്യാസം സമം 30/2 സമം 15. പൊതുവ്യത്യാസം നമുക്ക് 15 കിട്ടി. ഇനി നമുക്ക് ശ്രേണി ഉണ്ടാക്കാം. ആദ്യത്തെ പദം 30 ആണ്. പൊതുവ്യത്യാസം 15 30ൻ്റെ കൂടെ കൂട്ടുമ്പോൾ 45.
വീണ്ടും 45ൻ്റെ കൂടെ ഒരു പൊതുവ്യത്യാസം കൂടെ കൂട്ടുമ്പോൾ 60ആണ്. അല്ലെങ്കിൽ മൂന്നാം പദം 60 എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ 60. അപ്പോൾ ശ്രേണിയുടെ ആദ്യത്തെ പദങ്ങൾ 30, 45, 60. ഈ ചാപ്റ്ററിലെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 6 പദങ്ങളുടെ തുകയാണ് 300. ആദ്യ പദം 30 ആണെന്നും തന്നിട്ടുണ്ട്. പദങ്ങളുടെ എണ്ണം 6 എന്നുള്ളത് ഇരട്ടസംഖ്യ ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ ഈ പദങ്ങളുടെ തുക എന്നുള്ളത് ഒരു ജോഡി മധ്യപദങ്ങളുടെ തുക ഇൻറ്റു ജോഡികളുടെ എണ്ണം. ഈ 3, 4 പദങ്ങളാണ് മധ്യപദങ്ങൾ. ഇതിൻ്റെ പിന്നിൽ 2 പദങ്ങളുണ്ട്, ഇതിൻ്റെ മുന്നിൽ 2 പദങ്ങളുണ്ട്. അപ്പോൾ മൂന്നാമത്തെ പദവും നാലാമത്തെ പദവുമാണ് ഒരു ജോഡി മധ്യപദങ്ങൾ. ഇവയുടെ തുകയെ ഈ ജോഡികളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത്, ഗുണിക്കുന്നതാണ് 300 എന്നുള്ളത്. അപ്പോൾ മൂന്നാം പദം പ്ലസ് നാലാം പദം ഇൻറ്റു ആകെ 6 പദങ്ങളാണുള്ളത്. അതിനെ ജോഡികളാക്കുമ്പോൾ അതിൻ്റെ പകുതി 3 ജോഡികളാണുള്ളത്. അപ്പോൾ ഇൻറ്റു 3 ആണ് 300. അപ്പോൾ മൂന്നാം പദം പ്ലസ് നാലാം പദം സമം 300. ഗുണനമായ 3 ഇങ്ങോട്ട് വരുമ്പോൾ ഹരണം സമം 100. അപ്പോൾ മൂന്നാമത്തെ പദത്തിൻ്റെയും നാലാമത്തെ പദത്തിൻ്റെയും തുക എന്നുള്ളത് 100 ആണ്. അതുകൊണ്ട് തന്നെ ഇതിലെ 3 ജോഡികളുടെയും തുക 100 തന്നെയായിരിക്കും. അടുത്ത ജോഡി രണ്ടാമത്തെ പദവും അഞ്ചാമത്തെ പദവുമാണ്. അവയുടെ തുകയും 100 ആണ്. പിന്നെ ഒന്നാമത്തെ പദവും ആറാമത്തെ പദവുമാണ് അടുത്ത ജോഡി. അവയുടെ തുകയും 100 തന്നെയായിരിക്കും. അപ്പോൾ ഒന്നാം പദം പ്ലസ് നമുക്ക് ഒന്നാമത്തെ പദമാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് ഈ ജോഡി പരിഗണിക്കാം. ഒന്നാം പദം പ്ലസ് ആറാം പദം സമം 100 തന്നെ. ഒന്നാമത്തെ പദം 30 പ്ലസ് ആറാം പദം സമം 100. അതിൽ നിന്ന് ആറാം പദം സമം 100. 30 അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -30 സമം 70. ആറാമത്തെ പദം നമുക്ക് 70 എന്ന് കിട്ടി. ഒന്നാമത്തെ പദവും ആറാമത്തെ പദവും കിട്ടിയിട്ടുണ്ട്. അവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം നോക്കാം. അപ്പോൾ സ്ഥാനമാറ്റം 1 നിന്ന് 6ലേക്കാണ്. അപ്പോൾ അവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം 6 - 1 സമം 5 പൊതുവ്യത്യാസമാണുള്ളത്. അതായത് ഒന്നാം പദത്തിൻ്റെ കൂടെ 5 പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് ആറാം പദം കിട്ടുന്നത്. ഒന്നാം പദം നമുക്ക് 30 ആണെന്ന് അറിയാം, 5 പൊതുവ്യത്യാസമാണ് അറിയാത്തത്. ആറാം പദം നമ്മൾ 70 എന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ 5 പൊതുവ്യത്യാസം സമം 70 - 30 സമം 40. അപ്പോൾ പൊതുവ്യത്യാസം D സമം 40/5 സമം 8. അപ്പോൾ പൊതുവ്യത്യാസം 8 ആണുള്ളത്. ഇനി നമുക്ക് ശ്രേണി എഴുതാം. ആദ്യത്തെ പദം 30 ആണ്. അതിൻ്റെ കൂടെ പൊതുവ്യത്യാസം ഒരു പ്രാവശ്യം കൂട്ടുമ്പോൾ 38. ഇനി ഒരു പ്രാവശ്യം കൂടിയും കൂട്ടുമ്പോൾ 46 എക്സിട്ര. ഇതാണ് ആദ്യത്തെ 3 പദങ്ങൾ. പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്വിസിൻ്റെ ആൻസർ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വിസിൻ്റെ ക്വസ്റ്റ്യനും കൂടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിന് ആക്ടിവിറ്റിയായി എക്സസൈസ് ആയിട്ടാണ് ഇതെല്ലാം തരുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമാറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ അവസാനിക്കുകയാണ്. എല്ലാ പ്രോബ്ലംസിൻ്റെയും ആൻസേഴ്സ് ചെയ്ത് തന്നെ പഠിക്കുക. മാത്സ് നന്നായിട്ട് എഴുതി പഠിച്ചാലാണ്, ചെയ്ത് പഠിച്ചാലാണ് പരീക്ഷയ്ക്ക് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കുക. യു ആർ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.